അപ്പൊ എല്ലാവർക്കും നമസ്കാരം. കുറേയായി ഒരു വീഡിയോ ചെയ്തിട്ട് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് ചെയ്യാത്തത്. ഓക്കെ. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് റിസ്ക് മാനേജ്മെന്റിന്റെ പാർട്ട് 2. ഓക്കെ, പാർട്ട് 2 എന്നുള്ളതിൽ കുറച്ച് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളൂ. മാർക്കറ്റിൽ വരുമ്പോൾ എന്തൊക്കെ നോക്കണം, കാര്യങ്ങൾ, ന്യൂസ് കാര്യങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. ദിസ് ഈസ് ഫോർ ഫോറക്സ് മാർക്കറ്റ് കേട്ടോ. ഫോറക്സ് മാർക്കറ്റ് കാണുന്നവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണിത്. ഓക്കെ. സോ അപ്പം ദീർഘിപ്പിക്കുന്നില്ല, വീഡിയോയിലോട്ട് പോകാം. അപ്പൊ ആദ്യം തന്നെ നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ റിസ്ക് മാനേജ്മെന്റ്, ടിപ്പ് സൈസ് കാൽക്കുലേഷൻ, സ്റ്റോപ്പ് ലോസ് കാൽക്കുലേഷൻ എല്ലാം തന്നിരുന്നു. അപ്പൊ ഇന്ന് ഈ ക്ലാസ്സിൽ നമ്മൾ ആകെ സംസാരിക്കാൻ പോകുന്നത്, ഫസ്റ്റ് നിങ്ങൾ മാർക്കറ്റിൽ വരുവാണെങ്കിൽ എന്തൊക്കെയാണ് ആദ്യം ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ, ഒരു മാർക്കറ്റിൽ നിങ്ങൾ വരുമ്പം ആദ്യം ഓപ്പൺ ചെയ്യേണ്ടത് ട്രേഡിംഗ് വ്യൂ അല്ല. അതിന് പകരം നമ്മൾ ആദ്യം പോകേണ്ടത് നമ്മുടെ കലണ്ടർ ആണ്. എന്ന് വെച്ചാൽ ഫോറക്സിൽ ട്രേഡ് ചെയ്യുന്നവർക്ക് അറിയാം. നമുക്കൊരു ഫോറക്സ് ഫാക്ടറി, അത് എങ്ങനെ സെർച്ച് ചെയ്യുന്നത് വെച്ചാൽ ഫോറക്സ് ഫാക്ടറി എന്ന് സെർച്ച് ചെയ്യുക. ഫോറക്സ് ഫാക്ടറി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനത്തെ ഓപ്ഷൻസ് വരും. അതിൽ കലണ്ടർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ഡേറ്റ്, നമ്മൾ ഏത് ദിവസമാണോ ഓപ്പൺ ചെയ്യുന്നത്, ഫെബ്രുവരി 11th, 12th, 13, അങ്ങനെ ഓരോ ഡേറ്റ് നമുക്ക് കാണാം. അതിൽ നമ്മൾ അന്ന് ഇരിക്കുന്ന ദിവസം ഏതാണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാം. അപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ചില പേജ് റീഫ്രഷ് ആവില്ല. അതുകൊണ്ട് ഒന്ന് കൺഫർമേഷന് വേണ്ടി നിങ്ങൾ ഒന്നും കൂടെ ഒന്ന് റീഫ്രഷ് ചെയ്ത് വെക്കുക. ഓക്കെ, റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഓരോ ദിവസം കാണാം. അപ്പൊ ഇന്ന് നമ്മൾ 12ാം തീയതിയാണ് ട്രേഡ് ചെയ്യുന്നതെന്ന് വിചാരിക്കാം. ഓക്കെ, അല്ല വേണ്ട, 12 ഒക്കെ കഴിഞ്ഞു വരാം, നമുക്ക് ലൈവ് നോക്കാം. ഓക്കെ, ഞാൻ ഇനി ട്രേഡ് ചെയ്യാൻ പോകുന്ന 19ാം തീയതിയാണെന്ന് വിചാരിക്കുക. അപ്പൊ 19ാം തീയതി മാർക്കറ്റിൽ വരുമ്പോൾ തന്നെ ആദ്യം ചെയ്യേണ്ടത് കലണ്ടർ ഓപ്പൺ ചെയ്ത് ന്യൂസ് ഫൈൻഡ് ഔട്ട് ചെയ്യുക. എന്താണ് ന്യൂസ്? ന്യൂസ് എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ന്യൂസ് ഉണ്ട്. റെഡ് ഉണ്ട്, ഓറഞ്ച് ഉണ്ട്, യെല്ലോ ഉണ്ട്, ബ്ലാക്ക് കളർ, സിൽവർ കളർ ഉണ്ട്. അപ്പൊ അതിൽ എന്തൊക്കെയാണ് ഈ ന്യൂസ് കാലണ്ടേഴ്സ് റെപ്രസെന്റ് ചെയ്യുന്നത് വെച്ചാൽ, റെഡ് കളർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഹൈ ഇമ്പാക്ട് ന്യൂസ്. ഓറഞ്ച് കളർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ മീഡിയം ഇമ്പാക്ട് ന്യൂസ്. ഇതെന്ന് പറഞ്ഞാൽ ബാങ്ക് ഹോളിഡേ. ഇതെന്ന് പറഞ്ഞാൽ നോ ഇമ്പാക്ട് ന്യൂസ്. ന്യൂസ് ഉണ്ടാവും പക്ഷെ ഇമ്പാക്ട് ഉണ്ടാവില്ല. അപ്പം എന്താണ് ഇമ്പാക്റ്റുകൾ എന്തിനാണ് റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ കാര്യം. നമ്മൾ റെഡ് കളർ ന്യൂസ് ആണ് നമ്മൾ ഒരു സമയം 6 മണിക്കൂർ റെഡ് കളർ ന്യൂസ് ഒരു AUD USD എന്ന് പറഞ്ഞ പേരിൽ കാണുന്നുണ്ടെങ്കിൽ 6 മണിയാവുമ്പോൾ അവിടെ ഒരു ന്യൂസ് സ്പീച്ച് ഉണ്ടാവും. ആ സ്പീച്ചിൽ നമ്മുടെ മാർക്കറ്റ് എങ്ങോട്ട് വേണമെങ്കിലും പോവാം. ഡിഫറെന്റ് സ്റ്റേജ്, ഇപ്പൊ ബൈ ഉണ്ടാവും, സെല്ലും ഉണ്ടാവും. അത് നമ്മളെ അവർ പുറത്ത് വിടുന്ന ന്യൂസിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തിരിക്കുന്നു വെച്ചാൽ, ആ ന്യൂസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അന്നത്തെ മാർക്കറ്റിന്റെ പോക്ക്. എന്ന് വെച്ചാൽ 6 മണിക്ക് AUD USD ഒരു ന്യൂസ് ഉണ്ട്. ആ ന്യൂസ് മേലോട്ടോ താഴോട്ടോ കുത്തി വീഴാം, അല്ലെങ്കിൽ കുത്തി മേലോട്ട് കയറാം. അത് ആ ന്യൂസിന്റെ അവര് പുറത്ത് വിടുന്ന ഡാറ്റയ്ക്ക് അനുസരിച്ചുണ്ടാവും അന്നത്തെ ന്യൂസ്. നമുക്ക് അതിന് വെച്ചിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമ്മൾ എടുക്കുന്ന ഓർഡർ ബ്ലോക്കും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണ്. നമ്മൾ മാർക്കറ്റിൽ ഒരുപാട് ലിക്വിഡിറ്റി പോയിന്റ് കാണുന്നുണ്ട്. അങ്ങോട്ട് ഇപ്പൊ ബൈ ആണ് പോകുന്നതെങ്കിൽ ആ പോയിന്റ് ഓഫ് വ്യൂ ടാപ്പ് ചെയ്തിട്ടായിരിക്കും ഡെഫിനറ്റ്ലി പ്രൈസ് പോവാ. പക്ഷെ ശ്രദ്ധിക്കണം, റെഡ് കളർ ന്യൂസിൽ നിങ്ങൾ ട്രേഡ് ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവില്ല. എന്താണ് സംഭവം എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ മാർക്കറ്റ് എടുക്കുന്നു, നിങ്ങളൊരു പോയിന്റിൽ ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് സംതിങ്ങിൽ നിങ്ങൾ ബൈ ചെയ്യാണ്. മാർക്കറ്റ് വന്നു, നമ്മുടെ എൻട്രി എടുത്തു. നിങ്ങൾ ആ എൻട്രിയിൽ നിന്ന് മാർക്കറ്റ് മേലോട്ട് പോയി പകുതി എത്തുമ്പോൾ നിങ്ങൾ ബ്രേക്ക് ഈവൻ സെറ്റ് ചെയ്ത്. എന്താണ് ബ്രേക്ക് ഈവൻ എന്നൊന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കാരണം അതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. പഠിക്കാത്തവരെന്ത് ആദ്യമായിട്ട് കാണുന്നവരാണ് ആ വീഡിയോയ്ക്ക് ഒന്ന് പോയി കാണും. ഓക്കെ, അപ്പൊ നമ്മൾ ബ്രേക്ക് ഈവൻ പോയിന്റ് സെറ്റ് ചെയ്തു, പ്രൈസ് മേലോട്ട് പോയി. നമ്മുടെ ടാർഗറ്റ് ഇവിടെയാണ്. ഇവിടെ എത്തുമ്പോൾ 6 മണിക്ക് ന്യൂസ് ഉണ്ടെന്ന് മനസ്സിലായി. സോ നമ്മൾ ഇവിടുത്തെ സ്റ്റോപ്പ് ലോസ് ഒഴിവാക്കി ബ്രേക്ക് ഈവൻ പോയിന്റിൽ കൊണ്ടുവെക്കും. അങ്ങനെ വെച്ചാലും മാർക്കറ്റിലെ ആ ന്യൂസ് എവിടെയാണോ പോയിട്ട് ബ്രേക്ക് ചവിട്ടുന്നത് അവിടെയായിരിക്കും നിങ്ങളുടെ ബ്രേക്ക് ഈവൻ പോയിന്റ് അടിക്കുക. എന്ന് വെച്ചാൽ ഇതായിരുന്നു നിങ്ങളുടെ ബ്രേക്ക് ഈവൻ പോയിന്റ്, പക്ഷെ പ്രൈസ് എവിടെയാണോ പോയി നിൽക്കുന്നത് അതായിരിക്കും നിങ്ങളുടെ ബ്രേക്ക് ഈവൻ പോയിന്റ്. അപ്പൊ സപ്പോസ് ഒരു 100 പിപ്പ് താഴെയാ പോയി നിൽക്കുന്നതെങ്കിൽ അവിടെയായിരിക്കും നിങ്ങളുടെ ബ്രേക്ക് ഈവൻ അടിക്കുക. അപ്പൊ നിങ്ങൾക്ക് എന്താവും? അക്കൗണ്ട് ഡ്രോ ഡൗൺ ആവും. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കുക, ന്യൂസിൽ ട്രേഡ് ചെയ്യുന്ന വളരെ പേടിക്കണം. വളരെ മൈന്യൂട്ട് റിസ്കിൽ മാത്രമേ ന്യൂസിലൊക്കെ ട്രേഡ് ചെയ്യുള്ളൂ. അല്ലെ 0.01 അല്ലെ 0.10 അതിലൊക്കെ ട്രേഡ് ചെയ്താൽ മാക്സിമം ഒരു $100 അല്ലെങ്കിൽ ഒരു $10 നമുക്ക് ലോസ് വരും. അത് നമ്മുടെ അക്കൗണ്ടിന് ഡ്രോ ഡൗണും കാര്യങ്ങളോടൊന്നും പോവില്ല. അപ്പൊ ന്യൂസ്, ഹൈ ഇമ്പാക്ട് ന്യൂസ് കണ്ടാൽ നിങ്ങൾ ഏറ്റവും നല്ലത് മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുക. അപ്പൊ റെഡ് കളർ ന്യൂസ് 6 മണിക്കാണെങ്കിൽ എന്റെ ഒപ്പീനിയനിൽ ചില ഫേംസ് നമ്മുടെ ന്യൂസ് തന്നെ അപ്രൂവ് ചെയ്യില്ല. അപ്പൊ എന്ത് ചെയ്യുക, അതിന്റെ ഒരു 5 മിനിറ്റ് മുമ്പോ അല്ലെ 10 മിനിറ്റ് മുമ്പോ മാർക്കറ്റ് നിന്ന് മാറുക. 5:55 ആകുമ്പോൾ തന്നെ മാർക്കറ്റിന് എക്സിറ്റ് ആവുക, അല്ലെങ്കിൽ കംപ്ലീറ്റ് എടുത്ത് 0.10 ഇട്ട് വെച്ചിട്ട് ബാക്കി ക്ലോസ് ചെയ്ത് കളയുക. അപ്പോൾ ഒരു 5:55 മാർക്കറ്റിന് എക്സിറ്റ് ആവുക. ഇനി ന്യൂസ് കഴിഞ്ഞോ ഇല്ലയോ എന്ന് എങ്ങനെ അറിയാം? ഇവിടെ ന്യൂസിന് ഒരു ബ്ലാക്ക് കളറാണ് നിങ്ങൾ കാണുന്നത് അല്ലെ. ആ ബ്ലാക്ക് കളർ നിങ്ങൾ ഇവിടെ റീഫ്രഷ് ചെയ്തുകൊണ്ടിരുന്നാൽ ന്യൂസ് ഇപ്പൊ 6 മണിക്കാണ് ന്യൂസ് എങ്കിൽ ഒരു 6:02, 6:05 ആകുമ്പോഴത്തേനും ഈ ബ്ലാക്ക് കളർ മാറിയിട്ട് അവിടെ ഇങ്ങനത്തെ ബ്ലാങ്ക് കളർ വരും. ഈ ബ്ലാങ്ക് കളർ എന്ന് പറഞ്ഞാൽ ന്യൂസ് ഓവർ കഴിഞ്ഞു. അപ്പൊ 6 മണിന്റെ ന്യൂസ് ഒരു 6:02 ആകുമ്പോൾ ഈ കളറായി മാറും. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ന്യൂസ് ഓവർ. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് എന്താക്കാം? ട്രേഡ് എടുക്കാം. ഏറ്റവും നല്ലത് ന്യൂസിന് 5 മിനിറ്റ് മുമ്പ് മാറുക, ന്യൂസ് കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് മാർക്കറ്റിൽ വരിക. അതാണ് ഏറ്റവും പെർഫെക്റ്റ് റെഡ് കളർ ന്യൂസ് കേട്ടോ. ഓറഞ്ച് കളർ ന്യൂസ് ആണ് നിങ്ങൾക്ക് ഉള്ളതെങ്കിൽ അതൊരു മീഡിയം ഇമ്പാക്ട് ന്യൂസ് ആണ്. അതിൽ എഫക്റ്റ് ഉണ്ടാവും, പക്ഷെ അത്ര വലിയ റെഡിന് അത്ര എഫക്റ്റ് ഉണ്ടാവില്ല. അതിൽ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാം, പക്ഷെ റിസ്ക് വളരെ കുറയ്ക്കുക.
യെല്ലോ കളർ ആണെങ്കിൽ പേടിക്കേണ്ട, നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാം. അതേപോലെ ഈ സിൽവർ കളറാണ് ബാങ്ക് ഹോളിഡേ. ബാങ്ക് ഹോളിഡേ എന്ന് പറഞ്ഞാൽ അന്നത്തെ ദിവസം ആ നാഷണലൈസ്ഡ് ബാങ്കിന് ഹോളിഡേ ആണ്, അപ്പൊ മാർക്കറ്റിൽ മൂവ്മെന്റ്സ് കുറവായിരിക്കും. അതേപോലെ വളരെ മാനിപ്പുലേഷൻ ഉള്ള ദിവസവും കൂടിയായിരിക്കും ഈ ബാങ്ക് ഹോളിഡേസ്. അപ്പൊ ബാങ്ക് ഹോളിഡേസിൽ മാർക്കറ്റ് എങ്ങനെ ട്രാവൽ ചെയ്യുന്ന വെച്ചാൽ മാർക്കറ്റ് ഇങ്ങനെയായിരിക്കും മാർക്കറ്റ് ട്രാവൽ ചെയ്യുക. റേഞ്ച് ഇറ്റ് വിൽ ക്രിയേറ്റ് റേഞ്ച്, ഹൈസ് ലോസ് ഒന്നും ബ്രേക്ക് ചെയ്യാതെ ഇങ്ങനെയായിരിക്കും ട്രാവൽ ചെയ്യുക. ചെറിയ മൂവ്മെന്റ്സ് ഒക്കെ കിട്ടും, പക്ഷെ ഇങ്ങനത്തെ മൂവ്മെന്റ് ഒന്നും കിട്ടില്ല. ഇത് കിട്ടണമെങ്കിൽ നമ്മുടെ സാധാ മാർക്കറ്റിൽ മാത്രമേ കിട്ടുള്ളൂ. ഹോളിഡേസിൽ ഇങ്ങനെയായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യുക. അപ്പം മനസ്സിലാക്കേണ്ടത് ഹോളിഡേസിൽ ട്രേഡ് ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി ഇതൊക്കെ ഏത് പെയേഴ്സിലാണ് അഫക്റ്റ് ആവുക? ഇപ്പൊ റെഡ് കളർ ന്യൂസ് എയുടെ USD യിലാണ് ഉള്ളതെങ്കിൽ സൈഡിൽ ഒരു USD പെയർ ഉണ്ട്, ആ USD ഇത് എഫക്റ്റ് ആണ്. അപ്പം റെഡ് കളർ ന്യൂസ് നിങ്ങൾ USD യിലാണ് കാണുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയാണ് എന്റെ ഫേവറേറ്റ് പെയേഴ്സ്. ഇപ്പം പറയുകയാണെങ്കിൽ ഞാൻ പഠിപ്പിക്കുന്നത് GBP യൂറോ ഗോൾഡ് ആണ്. അപ്പൊ ഗോൾഡിൽ എടുക്കുവാണെങ്കിൽ അല്ലെങ്കിൽ യൂറോയിൽ എടുക്കുവാണെങ്കിൽ അല്ലെങ്കിൽ GBP യിൽ എടുക്കുവാണെങ്കിൽ USD പെയർ കംപ്ലീറ്റ് എഫക്റ്റ് ആവും. കാരണം സൈഡിൽ വൺ പെയർ എന്ന് പറയുന്നത് USD ആണ്. അതുകൊണ്ട് USD യിൽ നിങ്ങൾ ന്യൂസ് കണ്ടാൽ ഒഴിവാക്കേണ്ടത് GBP ഒഴിവാക്കണം, യൂറോ എടുക്കണം, ഗോൾഡ് ഒഴിവാക്കണം. ഇത്രയും പെയർസ് ഒഴിവാക്കണം, കാരണം ഈ മൂന്നിലും എഫക്റ്റ് ഉണ്ടാവും. ഓക്കെ, അത് നിങ്ങളുടെ പേഴ്സണൽ ചൂസ് ആണ്. ഏത് ഇത് ചൂസ് ചെയ്യണം, ഏത് പെയർ ചൂസ് ചെയ്യണം. ഞാൻ പഠിപ്പിക്കുന്നത് ഈ മൂന്നെണ്ണം വെച്ചിട്ടാണ്, ബിക്കോസ് ഞാൻ അതിലാണ് ട്രേഡ് ചെയ്യാറ്. അതേപോലെ GBP USD യിലാണ് റെഡ് കാണുന്നതെങ്കിൽ GBP യിലും യൂറോയിലും അഫക്റ്റ് ചെയ്യും. കാരണം എന്താ, GBP യൂറോയും കോറിലേറ്റഡ് ആണ്. ബൈ ആണെങ്കിൽ ബൈ, സെൽ ആണ് സെൽ, ഒന്നിച്ചാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവൽ ചെയ്യുക. ഈ GBP യിൽ കണ്ടു, യൂറോയിലാണ് നിങ്ങൾ ന്യൂസ് കാണുന്നതെങ്കിലോ രണ്ടിലും അഫക്റ്റ് ആവും. കാരണം എന്താ, ഇത് രണ്ടും കോറിലേറ്റഡ് ആണ്. ഇനി ഹോളിഡേ നിങ്ങൾ കാണുന്ന USD പെയറിലാണെങ്കിൽ GBP യൂറോ ഗോൾഡ് കംപ്ലീറ്റ് ഒഴിവാക്കാൻ നോക്കുക. പിന്നെ USD പെയറിലാണെങ്കിൽ 3 ഒഴിവാക്കുക, GBP യിലാണെങ്കിൽ GBP ഒഴിവാക്കുക, യൂറോയിലാണെങ്കിൽ യൂറോ ഒഴിവാക്കുക. ഓക്കെ, അപ്പൊ ന്യൂസിനെ കുറിച്ച് ഇത്രേ പറയുള്ളൂ. ആദ്യം നിങ്ങൾ മാർക്കറ്റിൽ ട്രേഡിംഗ് വ്യൂ ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് ആദ്യം പോകേണ്ടത് ന്യൂസിലോട്ടാണ്. ക്ലിയർ? അപ്പൊ അത് കംപ്ലീറ്റ് ആയി. ദെൻ അടുത്തത്, നിങ്ങൾ മാർക്കറ്റിൽ ഇരിക്കേണ്ട സമയം. മാർക്കറ്റിൽ ഒരുപാട് സെക്ഷൻസ് ഉണ്ട്. അപ്പൊ സെക്ഷൻസ് നോക്കാൻ ഒരു ടൈമിന്റെ ഒരു ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇവിടെ അതിന്റെ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ കുറച്ച് സമയം എടുക്കും ലോഡ് എടുക്കാൻ. അപ്പൊ ഇവിടെ നമുക്ക് ഒരുപാട് സെക്ഷൻസ് കാണാം. ഫ്രാങ്ക്ഫർട്ട്, ലണ്ടൻ, ന്യൂയോർക്ക്, ടോക്കിയോ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് സെക്ഷൻസ് കാണാം. ഇതിൽ ഏത് സെക്ഷൻ ആണ് നമുക്ക് ട്രേഡ് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിൽ 2 സെക്ഷൻസ് ആണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അതിൽ ലണ്ടൻ സെക്ഷൻ ആൻഡ് ന്യൂയോർക്ക് സെക്ഷൻ. ഓക്കെ, അപ്പൊ ലണ്ടൻ സെക്ഷന്റെ സമയം ഓപ്പണിംഗ് എന്ന് പറയുന്നത് 1:30 PM to 9:30 PM വരെ ഉണ്ട്. അതേപോലെ ന്യൂയോർക്ക് സെക്ഷന്റെ സമയം എന്ന് പറയുന്നത് 6:30 PM to 2:30 PM വരെ ഉണ്ട്. ഇതിൽ ലണ്ടൻ സെക്ഷനും ന്യൂയോർക്ക് സെക്ഷനും ആണ് നമുക്ക് ട്രേഡ് ചെയ്യേണ്ടത്. അപ്പം ലണ്ടൻ സെക്ഷന്റെ സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് ഇത് നമ്മുടെ ഡേ ലൈറ്റ് സേവിങ്സിന്റെ മാറ്റം ഉള്ളതുകൊണ്ടാണ് 1 മണിക്കൂർ അങ്ങോട്ട് മാറ്റമുള്ളത് കേട്ടോ. അല്ലെങ്കിൽ സാധാരണ 12:30ക്കാണ് ഓപ്പൺ, ഇപ്പൊ ഓപ്പൺ ചെയ്യുന്നത് 1:30ക്കാണ്, 1:30 PM. ഓക്കെ, ഈ 1:30 PM ഓപ്പൺ ചെയ്ത് 9:30 വരെ മാർക്കറ്റ് ഉണ്ടെങ്കിൽ ലണ്ടൻ സെക്ഷൻ നമ്മൾ 1:30 മുതൽ 9:30 വരെ നോക്കണ്ട. മാക്സിമം ഒരു 3-4 മണിക്കൂർ നിങ്ങൾ ലണ്ടൻ സെക്ഷൻ നോക്കാവുള്ളൂ. 3-4 മണിക്കൂർ എന്ന് പറഞ്ഞാൽ അതിലായിരിക്കും മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ വോളിയം ഉണ്ടാവുക. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, എനിക്ക് എന്താ കണ്ടിന്യൂസ് നോക്കിക്കൂടെ എന്ന് വെച്ചാൽ, ഇതിലെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ലണ്ടൻ സെക്ഷൻ ഇങ്ങനത്തെ ബൾക്കി മൂവ്മെന്റ് വരും. ഓക്കെ, ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞാൽ മാർക്കറ്റ് പിന്നെ ഇങ്ങനെയാവും. അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ അടുത്ത സെക്ഷന് വേണ്ടിയിട്ടുള്ള ലിക്വിഡിറ്റി ക്രിയേഷൻ ആണ് ഇവിടെ നടക്കുന്നത്. അപ്പം ലണ്ടൻ സെക്ഷൻ മാക്സിമം എന്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ നിങ്ങൾ ഒരു 1:30 മുതൽ 2:30, 3:30, 4:30, മാക്സിമം 4:30 എന്ന് പറയുന്നതാണ്. അങ്ങോട്ട് പോകേണ്ട. എന്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ 3:30 വരെ എൻട്രി നോക്കിയാൽ മതി. ഓക്കെ, ലണ്ടൻ സെക്ഷൻ. അതേപോലെ ന്യൂയോർക്ക് സെക്ഷൻ ആണ് നമുക്ക് നോക്കേണ്ടതെങ്കിൽ ന്യൂയോർക്ക് സെക്ഷന്റെ ഓപ്പണിംഗ് ഈവനിങ് അറ്റ് 6:30 PM ഓപ്പൺ ചെയ്യുക. 6:30 മുതൽ രാവിലെ 2:30 സംതിങ് വരെ ഉണ്ട്. നമ്മൾ അത്രയൊന്നും നോക്കണ്ട, ഒരു 9:30 PM വരെ നോക്കിയാൽ മതി. ഇനി ഇവിടുത്തെ വലിയൊരു വോളിയം വരുന്ന ഒരു സമയമുണ്ട്. ലണ്ടൻ സെക്ഷൻ ഓപ്പൺ ചെയ്ത് 9:30 വരെ ഉണ്ട്. ന്യൂയോർക്ക് സെക്ഷൻ ഓപ്പൺ ചെയ്ത് 9:30 to 2 എന്ന് വെച്ചാൽ മോർണിംഗ് 2 സംതിങ് ഉണ്ട്. അപ്പം ഈ ലണ്ടനും ന്യൂയോർക്കും കൂടെ കോറിലേറ്റ് ആവുന്ന ഒരു സമയമുണ്ട്. ദാറ്റ്സ് 6:30 PM to 9:30 PM. ഈ ഒരു സമയത്താണ് മാർക്കറ്റിലെ ഏറ്റവും കൂടുതൽ വോളിയം ഉള്ളത്. ബാക്കിയുള്ള മാർക്കറ്റിലെ അരിച്ചു കളിക്കും. ആ സമയത്ത് ഇങ്ങനെ കുത്തിക്കേറി പോകും. അരിച്ചു കളിക്കും, കുത്തിയിറങ്ങും, കുത്തിക്കേറും. ഓക്കെ, അപ്പൊ ആ സമയത്താണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ എൻട്രീസ് നോക്കേണ്ടത്. അപ്പം ലണ്ടനിലും ന്യൂയോർക്കും ഇരിക്കണമെന്ന് വെച്ചാൽ വേണ്ട, എല്ലാ ടൈം ഫ്രെയിമിലും ഒന്നിച്ചിരിക്കേണ്ട. നിങ്ങൾ മാർക്കറ്റിൽ പലരും പഠിപ്പിക്കുന്നത് രാവിലെ മുതൽ രാത്രി വരെ ഇരുന്നോ മക്കളെ, നോ, അങ്ങനെ ചെയ്യരുത്. ഒരു ഫിക്സഡ് സമയം കണ്ടുപിടിക്കുക. നിങ്ങളിപ്പോ ജോലിക്ക് പോകുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് രാവിലെ 9 മണി മുതൽ അല്ലെങ്കിൽ വൈകുന്നേരം ഒരു 6 മണി വരെ സംതിങ് ഡ്യൂട്ടി ഉണ്ട്, 8 hours സംതിങ് ഡ്യൂട്ടി. ഓക്കെ, അതേപോലെ ട്രേഡിങ്ങിന് ഒരു ഫിക്സഡ് സമയം വെക്കുക. രാവിലെ 6 മണി മുതൽ രാത്രി 9:30 വരെ നോ. ഓക്കെ, ഉച്ചയ്ക്ക് മാർക്കറ്റ് 1:30ക്കാണ് ഓപ്പൺ ചെയ്യുന്നത്. അതിന്റെ മുമ്പത്തുള്ള സെക്ഷൻ ഒന്നും വലിയ മൂവ്മെന്റ്സ് ഉണ്ടാവില്ല. അപ്പൊ എന്ത് ചെയ്താൽ മതി, 1:30ക്കാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഒരു മണിക്ക് വന്നാൽ മതി. 1 PM മാർക്കറ്റ് വന്നാൽ മതി.
അത്രയും ആവശ്യമുള്ളൂ. അതിന് മുമ്പിൽ വന്നിരുന്ന് എന്തിനാണ് നിങ്ങൾ സ്ട്രെയിൻ യൂസ് ചെയ്യുന്നത്? 1 മണിക്ക് വരിക, മാക്സിമം ഉച്ചയ്ക്ക് ഒരു 2:30 3:30 വരെ നിങ്ങൾ എൻട്രി നോക്കുക, കഴിഞ്ഞു. അത് കഴിഞ്ഞ് ലാപ്പും സിസ്റ്റം ഒക്കെ പൂട്ടി വെച്ച് ഒഴിവാക്കുക. ഫസ്റ്റത്തെ ടി പിനെ കുറിച്ച് ഞാൻ പറയാം. അതല്ല, നിങ്ങൾ വൈകുന്നേരം നിങ്ങൾക്ക് ഡ്യൂട്ടി ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ വൈകുന്നേരം 6 PM കറക്റ്റ് വരണമെന്നില്ല, 7 o'clock ഒരു കുഴപ്പമില്ല, 7 o'clock വന്നാലും മതി. 6 PM വന്ന് നൈറ്റ് ഒരു 9:30 വരെ മാക്സിമം ആണ് പറയുന്നത്, മാക്സിമം. എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആൻഡ് പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് ഷെയർ ചെയ്യുന്നത്. ഇത്രയും സമയം മാർക്കറ്റിൽ ഇരുന്നാൽ മതി. 2 സമയം ഇരിക്കണോ? നോ. ലണ്ടൻ സെക്ഷൻ ആണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഫോക്കസ് ആയിട്ട് കിട്ടുന്നതെങ്കിൽ അതിലിരിക്കുക. എന്റെ ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ ന്യൂയോർക്ക് സെക്ഷൻ ആണ്. കാരണം ഈ കോറിലേറ്റ് സമയം 6:30 PM to 9:30 PM. 6 മണിക്ക് എന്തിനാ വരാൻ പറയുന്നത്? അരമണിക്കൂർ കൊണ്ട് ഇതെല്ലാം വരച്ചും കാര്യങ്ങളും സോണും ട്രേഡിംഗ് റേഞ്ച് ഒക്കെ വരച്ചിടാൻ വേണ്ടിയിട്ടാണ് നിങ്ങളോട് അരമണിക്കൂർ മുമ്പ് വരാൻ പറയുന്നത്. ഓക്കെ, അപ്പൊ മാർക്കറ്റിൽ ഇത്രേ ഇരിക്കേണ്ട ആവശ്യമുള്ളൂ. രാവിലെ മുതൽ ഇരുന്നുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ഒരുപാട് ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യും. നമ്മൾ മാർക്കറ്റ് ഇരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും മാർക്കറ്റിന്റെ താഴെ നിന്നൊരു ബൈ ആണ് വരേണ്ടത്, എന്തായാലും അങ്ങോട്ട് പോവല്ലേ, പോകുന്ന വഴിക്ക് ഒരു ബൈ എടുത്തേക്കാം, ഒരു സോൺ ഫൈൻഡ് ഔട്ട് ചെയ്യും, പോകുന്ന വഴിക്ക് ഒരു സെൽ എടുത്തേക്കാം, ഇവിടെ ഒരു സെൽ ചെയ്യും, അതേ സെൽ അടിക്കും, ഫസ്റ്റ് എൻട്രി. അതിനുശേഷം വിചാരിക്കുന്ന ബൈ, താഴോട്ട് എന്തായാലും പോകും, എഗെയിൻ ഒരു സെൽ ചെയ്യാം, അതും സെൽ അടിക്കും. ഇതിന്റെ ആവശ്യം നമുക്കില്ല. ആ സെക്ഷൻ ടൈമിൽ ഏറ്റവും വോളിയം വരുന്ന ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടാവും, ആ സമയത്ത് ഇരുന്നാൽ മതി. നിങ്ങൾ 100K ഒരു അക്കൗണ്ടിലാണ് ട്രേഡ് ചെയ്യുന്നത് വിചാരിക്കുക. $5,000 ആണ് നിങ്ങളുടെ ഡെയിലി ഡ്രോ ഡൗൺ. നിങ്ങൾ രാവിലെ മുതൽ ഉച്ച വരെ ഇരിക്കുമ്പോൾ തന്നെ അതൊരു 4,000 മൈനസ് ആയിട്ടുണ്ടാവും, പിന്നെ ഒരു $1,000 ഉണ്ടാവുള്ളൂ. ആ സമയത്ത് ഈ വോളിയം ഉള്ള സമയത്ത് നമുക്ക് ട്രേഡ് ചെയ്യാൻ ചിലപ്പോൾ പറ്റില്ല, SL അടിച്ചിട്ടുണ്ടെങ്കിൽ അതും കൂടെ പോകും. അതുകൊണ്ട് പറയുന്നത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക, സെക്ഷൻ ടൈമിൽ മാത്രം മാർക്കറ്റിൽ ഇരിക്കാൻ നോക്കുക. അല്ലാത്ത പക്ഷം മാർക്കറ്റിൽ ഇരിക്കണ്ട. നിങ്ങൾക്ക് തിരക്കുണ്ടെങ്കിൽ ഓടിച്ചാടി ഡ്രഗ് പോലെ മാർക്കറ്റിൽ ഒന്ന് കയറി നോക്കാം. നോ, നിങ്ങൾ ഫ്രീ ആയി മൈൻഡ് ഒക്കെ റിലാക്സ് ആണെങ്കിൽ മാത്രം മാർക്കറ്റിൽ വരാൻ നോക്കാം. ഓക്കെ, അതേപോലെ ലണ്ടൻ സെക്ഷനിലാണ് നിങ്ങൾ ട്രേഡ് എടുക്കുന്നതെങ്കിൽ മാക്സിമം ഒരു ഫിക്സ് നമ്പർ ഉണ്ടാക്കി വെക്കുക. എത്ര ട്രേഡ്സ് ആണ് എനിക്ക് മാക്സിമം? എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ 2 ട്രേഡ്സ് എടുക്കാൻ പാടുള്ളൂ ലണ്ടൻ സെക്ഷൻ. സോ ലണ്ടൻ നിങ്ങൾ ഒരു 2 ട്രേഡ് എടുത്തു എന്ന് വിചാരിക്കുക. 2 ട്രേഡിൽ 2 SL അടിച്ചാൽ ഓക്കെ, ന്യൂയോർക്ക് സെക്ഷനിൽ നിങ്ങൾക്ക് നോക്കാം 2 എൻട്രിയും കൂടെ, മാക്സിമം 4 എൻട്രി ഒരു ദിവസം. ഓക്കെ, അതല്ല 4 കുറച്ച് 2 ട്രേഡ് ആണെങ്കിൽ ഒരു സെക്ഷൻ മാത്രം ഫോക്കസ് ചെയ്യാം. ഓക്കെ, ഞാൻ രണ്ടും പറയുന്നത് വെച്ചാൽ ഇതിൽ ചിലർക്ക് ജോലി ഉണ്ടാവും, ചിലർക്ക് ജോലി ഉണ്ടാവില്ല. അപ്പൊ രണ്ടും ഇരിക്കേണ്ടവർക്ക് ഇരിക്കാം. ഇനി ലണ്ടനിൽ സമയമില്ലാത്തവർക്ക് ന്യൂയോർക്കിൽ ഇരിക്കാം, ന്യൂയോർക്ക് സമയമില്ലാത്തവർക്ക് ലണ്ടനിൽ ഇരിക്കാം. അതുകൊണ്ടാണ് രണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അത് നിങ്ങൾ നോക്കിയിട്ട് നിങ്ങളുടെ പോലെ മാറ്റിയെടുക്കുക. ഓക്കെ, ലണ്ടൻ സെക്ഷനിൽ 2 എൻട്രീസിൽ ഒരെണ്ണം TP കിട്ടിയെന്ന് വിചാരിക്കുക, 1 TP. അന്നത്തെ ദിവസം പിന്നെ ട്രേഡ് എടുക്കണ്ട. ക്ലിയർ? ഒറ്റ TP കിട്ടി കഴിഞ്ഞാൽ മാർക്കറ്റ് ക്ലോസ് ചെയ്യുക. എന്ത് സിനിമയ്ക്ക് പോയിക്കോ, പബ്ജിക്ക് പോയിക്കോ, ഗെയിം കളിക്കോ, എന്തിനു വേണേ പോയിക്കോ, അല്ലാതെ ഇനി മാർക്കറ്റിന് മുമ്പിൽ ഇരിക്കണ്ട. ഓക്കെ, ഞാൻ എന്റെ അഡ്വാൻസ് SMC കോഴ്സ് പേഴ്സണലി പഠിപ്പിക്കുന്ന പോലെയാണ് ഇവിടെ യൂട്യൂബിൽ നിങ്ങൾക്ക് ക്ലാസ് എടുത്തു തരുന്നത്. അപ്പം എന്റെ ആ സ്റ്റുഡൻസിനെ പഠിപ്പിക്കുന്ന അതേ മെത്തേഡിലാണ് നിങ്ങളോട് പറഞ്ഞു തരുന്നത്. ഓക്കെ, എന്ന് വെച്ചാൽ അഡ്വാൻസ് SMC അല്ല ഇവിടെ പഠിപ്പിക്കുന്നത്, പക്ഷേ റിസ്ക് മാനേജ്മെന്റ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം അതേപോലത്തെ കണക്ഷൻ ആണ് പറഞ്ഞു തരുന്നത്. അപ്പൊ ഇത് തന്നെ ഒന്ന് പാലിക്കാൻ നോക്കുക. ഓക്കെ, ലണ്ടൻ 2 എൻട്രീസ്, 1 TP കിട്ടിക്കഴിഞ്ഞാൽ ന്യൂയോർക്കിലോ ലണ്ടനിലോ പിന്നെ എൻട്രി എടുക്കരുത്. ഓക്കെ, ലണ്ടൻ 2 SL ആണ് കിട്ടുന്നതെന്ന് വിചാരിക്കുക. അപ്പൊ ലണ്ടൻ മാത്രം നോക്കുന്നവരാണ് ന്യൂയോർക്ക് നോക്കണ്ട, പിറ്റേ ദിവസം ലണ്ടൻ നോക്കിയാൽ മതി. ഇനി അതല്ലാത്തവർക്ക് വേണ്ടി പറയാണ്, ന്യൂയോർക്ക് നോക്കുക. ന്യൂയോർക്കിൽ നിങ്ങൾക്ക് 2 എൻട്രീസ് എടുക്കാം മാക്സിമം കേട്ടോ, മാക്സിമം 2 എൻട്രീസ്. അതില് ഒരു TP കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ട്രേഡ് ഇല്ല. അത് ഞാൻ പറഞ്ഞതാണ്, അത് ഒന്നുകൂടെ പറയുന്നത്. ഒരു TP കഴിഞ്ഞാൽ ട്രേഡ് ഇല്ല. മാക്സിമം നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്ന 2 SL. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പം ഈ ഒരു കണക്ക് വെച്ച് മാത്രം മാർക്കറ്റിൽ മുമ്പോട്ട് പോവുക. അതേപോലെ സ്റ്റോപ്പ് ലോസും കാര്യങ്ങളും ഒക്കെ കൺട്രോൾ ചെയ്ത് മുമ്പോട്ട് പോയാൽ മാത്രമേ നിങ്ങൾക്ക് അതിലൊരു എഡ്ജ് കണ്ടുപിടിക്കാൻ പറ്റൂ. നമ്മൾ 24 മണിക്കൂർ മാർക്കറ്റിൽ നിന്ന് ഒരുപാട് SL വാങ്ങി അങ്ങനെ ഒന്നും ചെയ്യേണ്ട. അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ഒരു കൺസിസ്റ്റൻസി ലെവൽ ഉണ്ടാവില്ല. ക്ലിയർ? അപ്പം സെക്ഷനെ കുറിച്ച് പറഞ്ഞു. സെക്ഷനെ കുറിച്ച് നോക്കുന്നതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഓക്കെ, അപ്പൊ ആ ലിങ്ക് നിങ്ങളൊന്ന് യൂസ് ചെയ്തിട്ട് നോക്കിയാൽ മതി. അടുത്തത് സ്പ്രെഡ്. എന്താണ് സ്പ്രെഡ്? സ്പ്രെഡ് എന്താണെന്നൊക്കെ പലരും പറഞ്ഞു തന്നിട്ടുണ്ടാവും, പക്ഷെ അത് എങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന് ആരും പറഞ്ഞു തന്നിട്ടുണ്ടാവില്ല. അതാണ് ഇവിടെ പഠിപ്പിക്കാൻ പോകുന്നത്. അപ്പം സ്പ്രെഡ് എന്ന് പറയുന്നത് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഒരു സ്ഥലത്ത് നിന്ന് സെല്ലാണ് ചെയ്യാനുള്ളതെന്ന് വിചാരിക്കുക. ഓക്കെ, ഇപ്പൊ ഈ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ്, ഈ ഒരു ഓർഡർ ബ്ലോക്ക്, ഇതിൽ നിന്നാണ് ഞാൻ സെല്ല്, അല്ലെങ്കിൽ ഒരു വിക്സോൺ, ഈ വിക്സോൺ എന്നാണ് ഞാൻ സെല്ല് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. ഇതൊക്കെ എന്താന്ന് ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അറിയാത്തവര് മുമ്പോട്ടുള്ള വീഡിയോസ് പോയി കാണുക. ഇവിടെ നിന്നാണ് എനിക്ക് സെല് ചെയ്യേണ്ടത്. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഡയറക്റ്റ് എൻട്രീസ് ആണെങ്കിൽ ആ സെല്ലിംഗ് പൊസിഷനിൽ ഇട്ട് വെക്കുക. സ്റ്റോപ്പ് ലോസ് നിങ്ങൾക്ക് ഒരു ഫിക്സ്ഡ് കണക്ക് തന്നിട്ടുണ്ട്, അത് വെക്കുക. അല്ലെങ്കിൽ ഹൈസ് ലോസ് അല്ലെങ്കിൽ കവർ ചെയ്യുക. ടാർഗറ്റ് നിങ്ങൾക്ക് ഒരു ഫിക്സ്ഡ് പോയിന്റ് ഉണ്ടാവും, അത് കവർ ചെയ്യുക. അതിനുശേഷം ഇവിടെ ഒരു എൻട്രി എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ബ്രോക്കർ MT4 MT5 പോവുക, ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ പോയിട്ട് അതിൽ നമുക്ക് സ്പ്രെഡ് കാണിക്കും. അതിൽ വേരിയബിൾ ആയിരിക്കും. എന്ന് വെച്ചാൽ സ്പ്രെഡ് ഒരിക്കലും കോൺസ്റ്റന്റ് ആയിരിക്കില്ല, വേരിയബിൾ ആയിരിക്കും. അവിടെ ചിലപ്പോൾ 1, 7, 9 ലൈക്ക് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും.
ആ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഡിജിറ്റിൽ ഏറ്റവും വലിയൊരു സംഖ്യ നിങ്ങൾ കാണുന്നത് എത്രയാണോ അതായിരിക്കും നിങ്ങളുടെ സ്പ്രെഡ്. ഇപ്പൊ ഈ ഡിജിറ്റുകളിൽ ഏറ്റവും വലിയൊരു നമ്പർ എത്രയാണ്? 10. അപ്പൊ 10 ആണ് നിങ്ങളുടെ സ്പ്രെഡ്. ക്ലിയർ? ന്യൂസ് ടൈമിൽ ഇത് വേരിയബിൾ ആയിരിക്കും, അല്ലാത്ത സമയമായിരിക്കും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു. ന്യൂസ് ടൈമിൽ 10 എന്നുള്ളത് 40, 50 ഒക്കെ ആവും, നോക്കണ്ട. അപ്പൊ സാധാ സമയത്ത് 10 ഒക്കെയാണ് നിങ്ങൾ കാണുന്ന ഏറ്റവും വലിയ ഡിജിറ്റ് എങ്കിൽ 10 ആയിരിക്കണം നിങ്ങളുടെ സ്പ്രെഡ്. ഇതെങ്ങനെ നമുക്ക് ആഡ് ചെയ്യാം? അപ്പൊ സ്പ്രെഡ് എന്താണെന്ന് അറിയാത്തവർക്ക്, ഫോറക്സ് മാർക്കറ്റിൽ നമ്മൾ ട്രേഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് 100 രൂപയ്ക്ക് ഒരു സാധനം വാങ്ങാൻ പോയാൽ 100 രൂപയ്ക്ക് കിട്ടില്ല, 110, 105, 102 സംതിങ് ലൈക്ക് അങ്ങനെ കിട്ടുള്ളൂ. സ്പ്രെഡ് കുറഞ്ഞ അക്കൗണ്ട് ഉണ്ടാവും, സ്പ്രെഡ് കൂടിയ അക്കൗണ്ട് ഉണ്ടാവും. അത് നിങ്ങളുടെ ഇഷ്ടമാണ് ഏത് ചൂസ് ചെയ്യണം എന്നുള്ളത്. അപ്പം 10 നിങ്ങളുടെ സ്പ്രെഡ് എങ്കിൽ എന്ത് ചെയ്യണം? ഈ എൻട്രി പോയിന്റിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് 10 എന്നുള്ളത് എൻട്രി പ്രൈസിൽ നിന്ന് കുറയ്ക്കണം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. എസ് എൽ പ്രൈസിൽ 10 കൂട്ടണം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. എന്നിട്ട് ടി പി പോയിന്റ് ഉണ്ടാവും. ടി പി പോയിന്റ് സ്പ്രെഡ് ആഡ് ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല, കറക്റ്റ് ടി പി തന്നെ സെറ്റ് ചെയ്യുക. എന്നിട്ട് ഈ ഒരു ഡിജിറ്റ് വേണം നിങ്ങൾ MT4 ഓർ MT5 പോയിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നാലേ നിങ്ങൾ കറക്റ്റ് പ്രൈസ് ആക്ച്വൽ ഈ പോയിന്റ് എത്തുമ്പോൾ നിങ്ങൾക്ക് എൻട്രിയും ഈ പോയിന്റ് എത്തുമ്പോൾ എക്സിറ്റും കിട്ടുള്ളൂ. അല്ലാത്ത പക്ഷം നമുക്ക് ഇവിടെ വന്ന് ടാപ്പ് ചെയ്താൽ എൻട്രി കിട്ടില്ല, പക്ഷെ ഇവിടെ എത്തുമ്പോഴത്തേന് SL അടിച്ചു പോവുകയും ചെയ്യും. ക്ലിയർ? അതുകൊണ്ട് സ്പ്രെഡ് സെല്ലാണ് ചെയ്യേണ്ടതെങ്കിൽ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇനി നിങ്ങൾക്ക് ഒരു പോയിന്റ് ബൈ ആണ് ചെയ്യേണ്ടതെന്ന് വിചാരിക്കുക. സപ്പോസ് ഈ ഒരു ഓർഡർ ബ്ലോക്ക് ഇവിടെ നിങ്ങൾക്ക് ബൈ ആണ് ചെയ്യേണ്ടതെങ്കിൽ ഈ ബൈയിങ് പൊസിഷനിൽ എൻട്രി ഇട്ട് വെക്കുക. സ്റ്റോപ്പ് ലോസ് ഇവിടെ കവർ ചെയ്യുക, ഹൈ നിങ്ങൾ കവർ ചെയ്യുന്നു. അതിനുശേഷം ബൈ താഴോട്ട് ഇറങ്ങി വരികയാണ്. ഓക്കെ, അപ്പം ഈ പോയിന്റ് ഇട്ടതിന് ശേഷം എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇത് ഡബിൾ ക്ലിക്ക് ചെയ്യുക. ബൈ ആണ് ചെയ്യേണ്ടത്. നിങ്ങളുടെ അവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ 2, 4, 7, 6 സംതിങ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക. 246, 246 അല്ലെങ്കിൽ 243 അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ കാണുന്ന ഏറ്റവും വലിയ ഡിജിറ്റ് എത്രയാ? 6. അപ്പൊ 6 നിങ്ങളുടെ സ്പ്രെഡ്. അപ്പൊ എന്ത് ചെയ്യണം? ഇതിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് എൻട്രി പ്രൈസിൽ 6 ആഡ് ചെയ്യണം. 1, 2, 3, 4, 5, 6. ഈ ആഡ് ചെയ്യുന്നതൊക്കെ ടിക്സ് ആട്ടോ. 10 ടിക്ക് കഴിഞ്ഞാലേ ഒരു പിപ്പ് ആവുള്ളൂ. അപ്പൊ 6 ആഡ് ചെയ്തു. SL പ്രൈസിൽ 6 കുറയ്ക്കണം. 1, 2, 3, 4, 5, 6. ടാർഗറ്റ് സെയിം തന്നെ സെറ്റ് ചെയ്യുക. ടാർഗറ്റിൽ എന്ത് ചെയ്യണ്ട? സ്പ്രെഡ് ആഡ് ചെയ്യണ്ട. അങ്ങനെയാണെങ്കിലേ കറക്റ്റ് നിങ്ങളെ ഇവിടെ എത്തുമ്പോൾ എൻട്രി പ്ലേസ് ആവുള്ളൂ, ഇവിടെ എത്തുമ്പോൾ എക്സിറ്റ് പ്ലേസ് ആവുള്ളൂ. കറക്റ്റ്? ഇങ്ങനെ ആഡ് ചെയ്താലേ ഫോറക്സ് മാർക്കറ്റ് നിങ്ങൾക്ക് സ്പ്രെഡ് വെച്ച് സർവൈവ് ചെയ്യാൻ 100% പറ്റുള്ളൂ. ക്ലിയർ? അപ്പൊ സ്പ്രെഡിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. അടുത്തത് വേറൊരു കാര്യം പറയാൻ വിട്ടുപോയത്, കഴിഞ്ഞ ക്ലാസ്സിൽ SL നെ കുറിച്ച് പറഞ്ഞതാണ്, പക്ഷെ അതിലൊരു സ്റ്റോപ്പ് ലോസ് കവർ ആവുന്ന ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. ഇപ്പൊ നിങ്ങൾ ഈ ഒരു വിക് സോണിലാണ് എൻട്രി എടുക്കുന്നത് വിചാരിക്കുക. ഈ വിക് സോണിൽ നിങ്ങൾ എൻട്രി എടുത്തു. അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ ഇതിൽ നിന്ന് ഔട്ടായി. സെൽ SL ഇവിടെ കവർ ചെയ്തു, ഒരു എയർ സ്പേസ് കൊടുക്കുന്നു, ബ്രീത്തിങ് സ്പേസ് കൊടുക്കുന്നു. അതിനുശേഷം പ്രൈസ് ഇവിടെ വന്ന് ഇത് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തു. അപ്പൊ നമ്മൾ ആ മാർക്കറ്റിൽ നിന്ന് ഓൾറെഡി എക്സിറ്റ് ആയി. നമുക്ക് 2 എൻട്രീസ് ഉള്ളൂ, നിങ്ങൾക്കറിയാം. ഇത് എക്സിറ്റ് ആയി കഴിഞ്ഞാൽ ഇതിന്റെ റീസൺ ആദ്യം ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഒന്നാമത്, ഈ വിക് സോൺ ഫെയിൽഡ് ആവണമെങ്കിൽ ഇതിന്റെ ഹൈനെ 1 സെക്കൻഡ്. ഓക്കെ, ഇതിന്റെ ഹൈനെ എപ്പോഴാണോ ഒരു പ്രൈസ് ബോഡി വെച്ച് ക്ലോസ് ചെയ്യുന്നത് അപ്പോഴാണ് ഈ സോൺ ഫെയിൽ ആവുക. 1 അവറിലാണെങ്കിൽ 1 അവറിൽ തന്നെ കാര്യം പറയുന്നത്, ലോ ടൈം ഫ്രെയിമിൽ ബോഡി ക്ലോസ് ആണ് കുഴപ്പമില്ല. 1 അവറിലാണെങ്കിൽ 1 അവർ തന്നെ ബോഡി ക്ലോസ് ഉണ്ടെങ്കിൽ ദ സോൺ ഗോട്ട് ഫെയിൽഡ്. അങ്ങനെയാണ് പിന്നെ ഈ സോൺ നിങ്ങൾ എടുക്കരുത്. അഥവാ ബോഡി പോയില്ല, ബോഡി മേലോട്ട് പോയി തിരിച്ച് താഴോട്ട് വന്നപ്പോൾ ഇവിടെ വിക്ക് റിജക്ഷൻസ് ആണ് ബാക്കി ഉണ്ടാവും അല്ലെ, ഒരു വിക്ക് ബാലൻസ്. ഇവിടെ ഒരു വിക്ക് ആണുള്ളതെങ്കിൽ മനസ്സിലാക്കുക, ഈ ഏരിയയിൽ ഒരുപാട് ലിക്വിഡിറ്റി ഉണ്ടായിരുന്നു. പ്രൈസ് എന്താ ചെയ്തത്? ആ ഏരിയനെ പ്രൈസ് സ്വീപ്പ് ചെയ്തു. ആ ഏരിയയിലെ ലിക്വിഡിറ്റി പ്രൈസ് സ്വീപ്പ് ചെയ്തു. അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നും കൂടി ഇവിടെ എൻ്റർ ആവാം. എങ്ങനെ എൻ്റർ ആവാം? നമ്മളൊരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് വെച്ചാൽ നമ്മളൊരു ഏരിയ വരച്ച് വെച്ചിട്ടുണ്ട്. ഈ ലൈനിന്റെ താഴോട്ട് പ്രൈസ് തിരിച്ചിറങ്ങണം. നമുക്ക് SL അടിച്ചു ഫസ്റ്റ്. ഓക്കെ, അതിനുശേഷം പ്രൈസ് മേലോട്ട് പോയി ബോഡി ക്ലോസ് ആണ്, നമുക്ക് പിന്നെ ഒന്നും ചെയ്യാനില്ല, ഒഴിവാക്കുക. ഓക്കെ, അതല്ല വിക്ക് ബാലൻസ് വെച്ച് താഴോട്ട് വരികയാണ്, ഇതിന്റെ താഴോട്ട് പ്രൈസ് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലായി വി ഗോട്ട് എ ലിക്വിഡിറ്റി സ്വീപ്പ്. ഇത് കിട്ടിക്കഴിഞ്ഞാൽ മനസ്സിലാക്കണം ലിക്വിഡിറ്റി സ്വീപ്പായി. ഇനി നിങ്ങൾക്ക് ലോവർ ടൈം ഫ്രെയിമിൽ 1 മിനിറ്റ് ആണെങ്കിൽ സംതിങ് ഇവിടെ എന്ത് വേണം? ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കണ്ടിന്യൂവേഷൻ എൻട്രി എടുക്കാം. ഓക്കെ, പക്ഷെ ശ്രദ്ധിക്കണം, എപ്പോഴും ശ്രദ്ധിക്കണം, ആ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈ ഏരിയയുടെ താഴോട്ട് പ്രൈസ് ഇറങ്ങിയാൽ മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ. പ്രൈസ് അതിന്റെ മേലെയാണെങ്കിൽ ഒരു കാരണം, ഈ ബോക്സിനുള്ളിലാണെങ്കിലും ഒരു കാരണവശാലും ചെയ്യരുത്. ഈ പ്രൈസ് ഇതിനെ വെട്ടിച്ച് താഴോട്ട് എപ്പോഴാണോ ഇറങ്ങുന്നത് അങ്ങനെയാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് എന്താക്കാം? ഒരു എൻട്രിയും കൂടെ കണ്ടിന്യൂവേഷൻ ആയിട്ട് എടുക്കാം. അപ്പൊ SL അടിച്ചാലും നിങ്ങൾക്ക് എന്താക്കാം? ഒരു എൻട്രിയും കൂടെ എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. സപ്പോസ് പ്രൈസ് ഇതിന്റെ ഉള്ളിൽ തന്നെയാണ് നിൽക്കുന്നത്, ഇതിന്റെ താഴോട്ട് പോയില്ല, അപ്പൊ എൻട്രി എടുക്കാൻ പാടുമോ? നോ.
ക്ലിയർ? അതേപോലെ പ്രൈസ് ബോഡി ക്ലോസ് 1 ഹവറിൽ മേലെ നടത്തി, അങ്ങനെയാണെങ്കിൽ എടുക്കാൻ പാടുമോ? നോ. പ്രൈസ് ഇവിടം വരെ പോയി ഒരു വിക്ക് റിജക്ഷൻ നിന്ന് താഴോട്ട് വന്നാൽ റിജക്റ്റഡ്, പ്രൈസ് ഈസ് റിജക്റ്റഡ് ഫ്രം ദർ. അതുകൊണ്ടാണ് നമ്മളിവിടെ കണ്ടിന്യൂഷൻ എൻട്രി എടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ എനിക്ക് റിസ്ക് മാനേജ്മെന്റിലെ രണ്ടാമത്തെ പാർട്ട് എന്ന് പറയാൻ. ഇത് വലിയ റോക്കറ്റ് സയൻസ് ഒന്നും അല്ലാന്ന് എനിക്കറിയാം. അപ്പൊ കുറച്ച് പേര് വന്ന് പറയും ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യം ഞാൻ പറയും. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ല വീഡിയോ ചെയ്യുന്നത്, അറിയാത്തവരുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പൊ പഠിക്കേണ്ടവർ പഠിക്കുക, ഇല്ലാത്തവർ സ്കിപ്പ് ചെയ്യുക. നിങ്ങൾ 40, 50, 60,000 ഒക്കെ കൊടുത്ത് ഓരോ സ്ഥലത്ത് പോയി, എനിക്കറിയാം പ്രമുഖമായ ഓരോ സ്ഥലങ്ങൾ അറിയാം, അവിടെ പോയി പഠിക്കുന്ന കോഴ്സാണ് ഈ ഫ്രീ കോഴ്സ് ആയിട്ട് ഞാൻ തരുന്ന SMC. ഓക്കെ, അപ്പം നിങ്ങൾ ഇത് അതുമായിട്ട് കമ്പയർ ചെയ്യണോ വേണ്ടോ എന്ന് എനിക്കറിയില്ല, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഓക്കെ, അതേപോലെ മെന്റർഷിപ്പ് എടുക്കേണ്ടവർക്ക് തീർച്ചയായും എവിടെയെങ്കിലും പോയി മെന്റർഷിപ്പ് എടുക്കാം, ഒരു മെന്റർ ആവശ്യമുള്ളവർക്ക് എടുക്കാം. അന്ന് ഞാൻ എടുക്കേണ്ട വേണ്ടെന്നൊന്നും പറയുന്നില്ല, പക്ഷേ പഠിക്കേണ്ടവന് പൈസ ഇല്ലാതെ ഇവിടെ പഠിക്കാം. ഓക്കെ, യൂട്യൂബില് ഒരുപാട് സ്ഥലത്ത് ഓരോന്ന് അവൈലബിൾ ആണ്. എന്റെ കോഴ്സ് തന്നെ വേണമെന്നില്ല, ഒരുപാട് വേറെയും കോഴ്സ് ഉണ്ട്. അപ്പൊ മനസ്സിലാവുന്ന എവിടെയാണോ അവിടെ പോയി പഠിക്കുക. ഇത് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഇത് വെച്ച് ഫോക്കസ് ചെയ്യുക, റിസൾട്ട് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് കിട്ടും. അപ്പൊ റിസ്ക് മാനേജ്മെന്റിനെ കുറിച്ച് കാര്യങ്ങൾ പറയാൻ ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പം ബാക്കിയൊക്കെ നിങ്ങളുടെ ട്രേഡിംഗ് സ്റ്റൈൽ പോലെ ഇരിക്കും. പറയേണ്ട സ്റ്റോപ്പ് ലോസും കാര്യങ്ങളും ഒക്കെ ഞാൻ പറഞ്ഞു. പിന്നെ സ്റ്റോപ്പ് ലോസിൽ കവർ ചെയ്യേണ്ട റിസ്ക് എന്ന് വെച്ചാൽ ഇപ്പം 100%-ൽ 0.25, 0.20%, 10%, ഇതൊക്കെയുണ്ട്, ഒരുപാടുണ്ട്. അതിൽ പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് വേണേൽ ഏത് വേണം ചൂസ് ചെയ്യാം. ഇപ്പം 0.25 ഉണ്ട്, 0.20 ഉണ്ട്. 0.20% വെച്ച് നിങ്ങൾക്ക് കോൺസ്റ്റന്റ് ആയിട്ട് എന്ത് ചെയ്യാം, റിസ്ക് ചെയ്യാം. ഇനി അത്രയും വേണ്ട, എനിക്ക് അത്രയും പേടിയാണ് എന്ന് വെച്ചാൽ പോയിന്റ് ആട്ടോ പറയുന്നത്, 20% അല്ല പോയിന്റ്. ഇനി അത്രയും എനിക്ക് പേടിയാണെങ്കിൽ ഈ 0.20% മാറ്റിയിട്ട് നിങ്ങൾക്ക് 0.10-ൽ സ്റ്റാർട്ട് ചെയ്യാം. 0.10-ൽ സ്റ്റാർട്ട് ചെയ്ത് നിങ്ങൾക്ക് ട്രേഡ് ചെയ്ത് അത്യാവശ്യം ഒരു 1%, 2% അപ്പ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താക്കാം, ഈ 0.10 മാറ്റി 0.15, 0.20, 25 അങ്ങനെ കൊണ്ടുപോകാം. ഹൈ റിസ്ക് ഒരിക്കലും ഒരു ട്രേഡ് എടുക്കരുത്. എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ഒരു എൻട്രി എടുക്കുമ്പം SL അടിച്ചാൽ എന്റെ ആധാരം പോകുന്ന ടൈപ്പിലുള്ള എൻട്രി റിസ്ക് നിങ്ങൾ ഇടാൻ നിൽക്കുക. അപ്പൊ 10% ആണെങ്കിൽ ഇത്രയേ ഉള്ളൂ, അത് എന്റെ അക്കൗണ്ടിൽ വെറും 0.10% ഉള്ളൂ, നോ പ്രോബ്ലം. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഇമോഷൻസ് വർക്ക് ആവില്ല. അതേപോലെ ഓവർ ട്രേഡ് ചെയ്യരുത്. മാക്സിമം ഞാൻ ഒരു കൗണ്ട് തന്നിട്ടുണ്ട് എത്ര ട്രേഡ് ചെയ്യണമെന്ന്, അത് മാത്രം ഫോക്കസ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇത്രയും റിസ്ക് മാനേജ്മെന്റിനെ കുറിച്ച് പറയാനുള്ളൂ. അപ്പം ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആ ടൈമിന്റെ കാര്യങ്ങൾ നോക്കേണ്ട ലിങ്ക് കൊടുക്കാം, ഇൻസ്റ്റാഗ്രാമിന്റെ ലിങ്ക് കൊടുക്കാം. പിന്നെന്താ വേണ്ടത്, ഡിസ്കോഡ് 7 ദിവസം മാക്സിമം കിട്ടുള്ളൂ, അത് കഴിഞ്ഞാൽ എക്സ്പയർ ആവും ലിങ്ക്. അപ്പൊ അതല്ലാതെ എന്ത് ചെയ്ത് കമന്റ് ചെയ്താൽ മതി, ഞാൻ പേഴ്സണലി അപ്ഡേറ്റ്. ഡിസ്കോഡിൽ സാധാരണ എന്താ ഉള്ളതെന്ന് വെച്ചാൽ ഒരു പബ്ലിക് കമ്മ്യൂണിറ്റിയാണ്. വാട്സപ്പിൽ അതേപോലെ പബ്ലിക് കമ്മ്യൂണിറ്റി ഉണ്ട്. വാട്സപ്പിൽ ഒരു പേഴ്സണൽ കമ്മ്യൂണിറ്റി ഉണ്ട്, അത് എന്റെ ഈ അഡ്വാൻസ് SMC സ്റ്റുഡൻസ് ഉണ്ട്, അത് പെയ്ഡ് കോഴ്സാണ്. അപ്പൊ അതൊന്നും നിങ്ങൾ നോക്കണ്ട, നിങ്ങൾ ഇത് പഠിക്കേണ്ടവർ ഇത് പഠിച്ചാൽ മതി. ഇനി അഡ്വാൻസ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, കോൺടാക്ട് ചെയ്തത് പഠിക്കുക, അല്ലാത്ത പക്ഷം ഇതിൽ മാത്രം ഫോക്കസ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇത്രയേ പറയാനുള്ളൂ. താങ്ക് യു.